ഓം ശ്രീ സായിനാഥായ നമ. 1910 ഒരു ദിവസം രാവിലെ ഞാൻ സായിബാബയെ കാണുവാനായി ഷിർദിയിലെ മസ്ജിദിലെത്തി. അവിടെ കണ്ട കാഴ്ച എന്നെ അത്ഭുത പരവശനാക്കി. വായും മുഖവും കഴുകിയ ശേഷം ബാബ ഗോതമ്പ് പൊടിക്കുവാൻ ഒരുക്കം തുടങ്ങി. ഒരു ചാക്ക് നിലത്ത് വിരിച്ച് അതിന്മേൽ തിരികല്ല് വെച്ച് പിന്നീട് കുറെ ഗോതമ്പ് കയ്യിലെടുത്ത് അതിലുള്ള തോലും തൊണ്ടും ചവറും മറ്റും പുറത്തു കൊണ്ടുവന്ന് കാറ്റിൽ വൃത്തിയാക്കി തിരികല്ലിലിട്ടു. ബാബ തൻ്റെ കൈമേലിരുന്ന വസ്ത്രം ചുരുട്ടി മേൽപോട്ടാക്കി തിരികല്ല് പ്രവർത്തിച്ചു തുടങ്ങി. ഭിക്ഷ എടുത്താണ് ബാബ ജീവിതം കഴിക്കുന്നത്. ഒന്നും തന്നെ ശേഖരിക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്യാത്ത ബാബയ്ക്ക് എന്തിനാണ് ഗോതമ്പ്? ഇതേ വിചാരം അവിടെ വന്നിരുന്ന പലരിലും ഉണ്ടായി. പക്ഷെ ആർക്കും ബാബയോട് ചോദിക്കാനുള്ള ധൈര്യം വന്നില്ല. അല്പനേരത്തിനുള്ളിൽ ബാബ ഗോതമ്പ് തിരിക്കുന്ന വർത്തമാനം കാട്ടുതീ പോലെ ആ ഗ്രാമം മുഴുവനും പരന്നു. മാത്രമല്ല, ധാരാളം ആണുങ്ങളും പെണ്ണുങ്ങളും മസ്ജിദിലേക്ക് ഓടിയെത്തി. അവരിൽ ധൈര്യശാലിയായ 4 സ്ത്രീകൾ ബാബയുടെ കയ്യിൽ നിന്നും പൊടിക്കുന്ന യന്ത്രം പിടിച്ചു വാങ്ങി ബാബയുടെ ലീലകൾ പാടിക്കൊണ്ട് അവർ പൊടിക്കുന്ന ജോലി തുടങ്ങി. ആദ്യം അതിയായ ദേഷ്യം വന്നെങ്കിലും ആ സ്ത്രീകളുടെ സ്നേഹവും താല്പര്യവും കണ്ട് ബാബ ചിരിക്കാൻ ആരംഭിച്ചു. ഗോതമ്പ് അരയ്ക്കുന്ന സമയത്ത് അവർ ഇപ്രകാരം വിചാരിച്ചു: ബാബയ്ക്ക് വീടില്ല, വസ്തുക്കളൊന്നുമില്ല, കുട്ടികളില്ല, നോക്കാനും ആരുമില്ല. മാത്രമല്ല, സായി ഭിക്ഷ എടുത്ത് ജീവിക്കുന്നു. അതുകാരണം ഈ ഗോതമ്പ് പൊടി കൊണ്ട് അപ്പമോ റൊട്ടിയോ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത്രയും ഗോതമ്പ് പൊടിച്ചു വെച്ച് ബാബ എന്തു ചെയ്യും? ഒരുപക്ഷെ വളരെ ദയാലു ആയതുകൊണ്ട് നമുക്ക് തന്നേക്കാം. ഇത്യാദി ആലോചനകൾ മുഴുകി അവർ ഗോതമ്പ് മുഴുവനും പൊടിച്ചിട്ട് തിരികെ ഭാഗത്തേക്ക് നീക്കി വെച്ചു. ആ പൊടി മുഴുവനും 4 ഭാഗമാക്കി എടുത്തു വച്ചു. എത്രയും പ്രശാന്തനും നിശ്ചലനും ദയാലുവുമായിരുന്ന ബാബ ഇത് കണ്ടപ്പോൾ അത്യന്തം കോപിഷ്ഠനായി പറഞ്ഞു: നിങ്ങൾക്കെന്താ ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടോ? ആരുടെ അച്ഛന്റെ സ്വത്താണ് നിങ്ങൾ അപഹരിക്കുന്നത്? ഞാനെന്താ നിങ്ങളോട് ഗോതമ്പ് കടം മേടിച്ചുവോ? എന്തുദ്ദേശത്തിലാണ് നിങ്ങൾ ഇതെടുക്കുന്നത്? ഇതെല്ലാം എടുത്തുകൊണ്ടുപോയി ഗ്രാമത്തിന്റെ അതിർത്തികളിൽ വലിച്ചെറിയൂ. ഈ സംസാരം കേട്ടതോടെ ആ സ്ത്രീകൾ ലജ്ജിതരായി. ആ പൊടി മുഴുവൻ ഗ്രാമത്തിന്റെ അതിർത്തിയിൽ കൊണ്ടു ചെന്ന് വിതറി. ശ്രുതിവാസികളോട് ഇതെന്താണ് ഈ ബാബ കാണിച്ചതെന്ന് ഞാൻ ചോദിച്ചു. അതിനവർ പറഞ്ഞത് ബാബയുടെ പ്രവൃത്തി ബുദ്ധിപൂർവമുള്ളതായിരുന്നു. കോളറ പടരുന്നത് തടയാനുള്ള ഒരു ഉപായമായിരുന്നു അത്, അല്ലാതെ ഗോതമ്പ് പൊടിച്ചതല്ല പ്രധാനം. അന്നു മുതൽ കോളറ രോഗം ശമിക്കുവാൻ തുടങ്ങി. ആളുകൾ സന്തോഷഭരിതരാവുകയും ചെയ്തു. ഞാൻ വളരെ സന്തുഷ്ടനായി. അതേസമയം എൻ്റെ മനസ്സിൽ അതിയായ ജിജ്ഞാസയുണ്ടായി. ഞാൻ തന്നെത്താൻ ചോദിച്ചു: കോളറ രോഗത്തിനും ഗോതമ്പ് പൊടിക്കും തമ്മിൽ എന്താണ് ബന്ധം? ഇതെങ്ങനെ അറിയും? ഈ സന്ദർഭം വിവരിക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു. എനിക്കിതിനെപ്പറ്റി എന്തെങ്കിലും എഴുതുകയോ ഹൃദയം നിറയെ ബാബയുടെ ലീലകൾ പാടുകയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായി. ഈ മുകളിലത്തെ സംഭവം ശ്രീ സായി സച്ചരിതം പല ലീലകളിൽ എഴുതുവാൻ ഇതൊരു കാരണമായി ഭവിച്ചു. ബാബയുടെ ആശീസ്സുകളും അനുഗ്രഹങ്ങളും കാരണം ഈ പ്രവൃത്തി നമ്മൾക്കെല്ലാം ശുഭമായി പരിണമിക്കുകയും ചെയ്തു. പൊടിയിൽ ഒളിഞ്ഞു കിടക്കുന്ന ആത്മീയം. ഷിർദിവാസികളുടെ കാഴ്ചപ്പാടിന് പുറമെ ഗോതമ്പ് സംഭവത്തിൽ ആത്മീയതയും കൂടി ഉണ്ടെന്ന് കാണാം. ബാബ 60 വർഷക്കാലം ഷിർദിയിൽ വസിച്ചിരുന്നു. ഈ കാലങ്ങളിൽ എല്ലാ ദിവസവും പൊടിക്കുന്ന പണി ചെയ്തിരുന്നു. അദ്ദേഹം പൊടിച്ചത് മനുഷ്യരുടെ ക്ലേശങ്ങളെയും പാപങ്ങളെയുമാണ്. എല്ലാ ഭക്തന്മാരുടെയും പാപങ്ങൾ, മാനസികവും ശാരീരികവുമായുള്ള ക്ലേശങ്ങൾ, കഷ്ടതകൾ എന്നിവയാണ് പൊടിക്കുന്ന യന്ത്രത്തിന്റെ 2 കല്ലുകൾ. മേലെയുള്ള കല്ല് ഭക്തിക്കും താഴെയുള്ളത് കർമ്മത്തിനും സമമായിരുന്നു. പിടി ബാബയുടെ ധ്യാനത്തിന് ഉതകുന്നതായിരുന്നു. എന്ന് വച്ചാൽ അറിവ് തന്നെത്താൻ ഉണ്ടാകുക മനുഷ്യന് സാധ്യമല്ല. പക്ഷേ ഏതൊരുവൻ മുൻകൂട്ടി പ്രോത്സാഹിപ്പിച്ച ആഗ്രഹങ്ങൾ, പാപങ്ങൾ ഇവയെ പൊടിച്ചു നുറുക്കി 3 ഗുണങ്ങൾ സത്വം, രജസ്, തമസ് ഇവയെ കൈക്കൊള്ളുന്നുവോ അവന് തന്നെത്താൻ ഉണരുവാൻ സാധിക്കുന്നു. അഹങ്കാരം മൂർധന്യമായ ഒന്നാണ്. അതിനെ അടക്കുവാൻ വലിയ പ്രയാസം കാണും. ഈ സമയത്ത് കബീറിന്റെ ഒരു കഥ ഓർമ്മയിൽ വരുന്നു. ഒരു സ്ത്രീ ചോളം അരയ്ക്കുന്നത് കണ്ടിട്ട് ഗുരു കബീർ നിരഞ്ജനോട് പറഞ്ഞു: ഞാൻ കരയുകയാണ്. എന്തെന്നാൽ കഷ്ടതകളെ ഈ ചക്രത്തിനടിയിൽ ഇട്ടിട്ട് അരയ്ക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. അതിന് ഗുരു മറുപടിയായി: പേടിക്കണ്ട, അറിവാകുന്ന കൈപ്പിടിയെ ഞാൻ ചെയ്യുന്നത് പോലെ നല്ലവണ്ണം പിടിച്ചുകൊള്ളുക. പിന്നെ അറിവിനെ പുറത്ത് അലയാൻ വിടാതെ കൈപിടിയുടെ അന്തർഭാഗത്ത് ചെല്ലുന്ന വിധത്തിൽ നിലനിർത്തുക. എന്നാൽ നീ രക്ഷപ്പെടും, തീർച്ചയാണ്. ശ്രീ സായിനാഥന് നമസ്കാരം.